കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആരോഗ്യമന്ത്രിക്കെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ ആക്രമണം അങ്ങേയറ്റം അപലനീയവും അതോടൊപ്പം തന്നെ കാടത്വവും അപരിഷ്കൃതവുമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അവരുടെ വീട് തള്ളി തുറന്ന് കയറി അവരുടെ വീട്ടിൽ കൊണ്ടുപോയി റീത്ത് വയ്ക്കുക, അതോടൊപ്പം തന്നെ അവർ സഞ്ചരിക്കുന്ന വഴിയെ അവരെ കരിങ്കൊടി കാണിക്കുന്നു, ആക്രമിക്കുന്നു. കരിങ്കൊടി കാണിക്കുന്നത് ജനാധിപത്യപരമായ സമരമാണെന്ന് വിചാരിക്കാം. പക്ഷേ കരുതിക്കൂട്ടി ചെയ്യുന്ന സംഭവമാക്കുക ട്രെയിനിൽ കയറുമ്പോൾ അത് ബോധപൂർവവും ആസൂത്രിതമായിട്ടുള്ള നീക്കമാണ്. യഥാർത്ഥത്തിൽ ഏത് ഹീനമാർഗവും സ്വീകരിച്ചുകൊണ്ടുള്ള നീക്കം അങ്ങേയറ്റം അപലനീയമാണ്, അത് അപരിഷ്കൃതമാണ്, കാടത്വമാണ്. ഇത് അവരുടെ ഉന്നത നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്ന ഒരു പരാക്രമമാണ്. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ തകർക്കാനുള്ള ലക്ഷ്യം കൂടി അതിൻ്റെ പിന്നിലുണ്ടെന്നുള്ളതാണ്. കാരണം ആഗോളതലത്തിൽ മാതൃക സൃഷ്ടിച്ച ഒരു സംസ്ഥാനമാണ് ആരോഗ്യ പരിപാലന രംഗത്ത്. അത്തരത്തോളം വളർന്ന ആരോഗ്യ മേഖലയെ തകർക്കുക കൂടിയാണ് ആരോഗ്യമന്ത്രി ആക്രമിക്കുക വഴി അവർ ലക്ഷ്യമിടുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഏത് ഹീനമാർഗവും അവർ സ്വീകരിക്കും. കാരണം ഭ്രൂണഹത്യ നടത്തി ശീലമുള്ളവൻ ഈ രംഗത്ത് അനുയായികളെ സൃഷ്ടിച്ച് ഇത്തരത്തിലുള്ള ബോധപൂർവമായി ആക്രമണം സംഘടിപ്പിക്കുന്നതിൽ അത്ഭുതമില്ല. അതുകൊണ്ട് അതിനെ ശക്തമായി അപലപിക്കാൻ ഈ നാടിൻ്റെ ജനാധിപത്യ ബോധം മുന്നോട്ട് വരണം. ഞങ്ങൾ അതിശക്തിയായി പ്രതിഷേധിക്കുന്നു. എല്ലാ അർത്ഥത്തിലും ഇതിനെ നിയമപരമായി അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായി നേരിടും എന്ന കാര്യമാണ്. നിശ്ചയമായും അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് എടുത്താൽ, അദ്ദേഹത്തിൻ്റെ പ്രചരണം എടുത്താൽ, ഒരുപക്ഷെ ഇന്ന് കേരളത്തിൽ കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങൾ കണ്ടു നുണപ്രചരണത്തിന് കേളി കേട്ട ഒരു കേരളം. നമ്മൾ അതിനൊരാളെ കാണുകയാണ്, അതാണ് പ്രതിപക്ഷ നേതാവ്. എന്ത് അവാസ്തവമായിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹം പ്രചരിപ്പിക്കുന്നു, നുണകൾ പ്രചരിപ്പിക്കുന്നു, അതോടൊപ്പം തന്നെ പ്രകോപനപരമായി പ്രസംഗിക്കുന്നു. മീഡിയ തന്നെ, നിങ്ങൾ തന്നെ, ഞാൻ ചില ശ്രദ്ധിച്ചു, അദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്തൊരു ചോദ്യം ചോദിച്ചാൽ ആ മീഡിയക്കാരനെ നേരെ തട്ടിക്കയറുകയും അവരെ പ്രകോപിപ്പിച്ച് വല്ലാത്ത രൂപത്തിൽ ഹരാസ് ചെയ്യുകയും ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു ബോഡി ലാംഗ്വേജും അദ്ദേഹത്തിൻ്റെ അതിനുള്ള പ്രതികരണവും കാണുന്നു. മറ്റൊരു പക്ഷേ നാളിതുവരെ കേരളത്തിൽ ഒരു പ്രതിപക്ഷ നേതാവും ഇങ്ങനെ സഹിഷ്ണുതയില്ലാതെ, സമയത്തതയില്ലാതെ, സംയമനമില്ലാതെ സംസാരിച്ച അനുഭവം നമ്മൾ കേരളത്തിൽ കണ്ടിട്ടില്ല. പ്രതിപക്ഷ നേതാക്കന്മാർ എത്രയോ പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ പ്രതിപക്ഷ നേതാക്കന്മാരൊക്കെ എത്രയോ ഉന്നതമായ രൂപത്തിലായിരുന്നു പ്രശ്നങ്ങളെ സമീപിക്കുകയും അതിൽ അഭിപ്രായം രേഖപ്പെടുത്തുകയും അവർ പ്രതികരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതെല്ലാ ഘട്ടങ്ങളിലും വലിയ പ്രകോപനപരമായി സംസാരിക്കുക, അദ്ദേഹം നുണ പറഞ്ഞു പോവുക, അതോടൊപ്പം തന്നെ മറ്റ് അണികളെ കൊണ്ട് ഇത്തരത്തിലുള്ള ആക്രമണം ചെയ്യാൻ പ്രേരിപ്പിക്കുക, അരാജകത്വം സംഘടിപ്പിക്കുക, എല്ലാ തരത്തിലുള്ള മുന്നേറ്റത്തെയും പിന്നോട്ടടിക്കാൻ സഹായിക്കുന്ന രൂപത്തിലുള്ള കള്ളപ്രചരണങ്ങളുമായി വരിക. ഇതെല്ലാം ഒരു പ്രതിപക്ഷ നേതാവിന് ഭൂഷണമാണോ? ഒരിക്കലുമല്ല. അസംബ്ലിയിൽ തന്നെ അദ്ദേഹം പല ഘട്ടങ്ങളിൽ തെറ്റിപ്പോയി മാപ്പ് പറഞ്ഞ രംഗങ്ങളെല്ലാം സമീപകാലത്ത് കണ്ടു. അത്തരത്തിലുള്ള ആ രൂപം ഇപ്പോഴും മുന്നോട്ട് പോകുന്നൊരു ശൈലി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ പ്രേരണ കൂടാതെ ഇത്തരത്തിലുള്ള ഒരു അക്രമത്തിലേക്ക് KSU ആയിരുന്നാലും യൂത്ത് കോൺഗ്രസ് ആയിരുന്നു വരില്ല. അത് പ്ലാൻ ചെയ്തുള്ള ഓപ്പറേഷനാണ്. സാന്ദർഭികമായി വരുമ്പോൾ ഒരു സമരമുഖത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ സാന്ദർഭികം നമുക്കറിയാം. പക്ഷേ ട്രെയിനിൽ കയറാൻ വരുന്നു എന്ന് കരുതിക്കൂട്ടി ആ രംഗത്തിരുന്ന് ആക്രമിക്കുമ്പോഴാണ് അത് ബോധപൂർവവും ആസൂത്രിതമായിട്ടുള്ള ആക്രമണം എന്ന രൂപത്തിലേക്ക്, അതാണ് തികച്ചും കാടത്വവും അപരിഷ്കൃതമാണ് എന്ന കാര്യം തന്നെ സൂചിപ്പിച്ചത്. ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്ന കാര്യം എടുത്തു പറയുക.